ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പൂമല. ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കുന്നിൻ മുകളിൽ നിന്ന് തൃശൂർ പട്ടണത്തിന്റെ മനോഹര കാഴ്ച നൽകുന്നു. ജലസേചന ആവശ്യങ്ങൾക്കായി പൂമല ഡാം എന്ന പേരിൽ ഒരു അണക്കെട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണിത്. തൃശൂർ പട്ടണത്തിൽ നിന്ന് തിരൂരിലേക്ക് 7 കിലോമീറ്റർ സഞ്ചരിച്ച് വലത്തേക്ക് തിരിഞ്ഞ് പൂമല കുന്നുകളിലേക്ക് പോകാം. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് പൂമല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായ മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഈ അണക്കെട്ടിന്റെ സ്ഥാനം. 1939 പൂമല താഴ്വരയിൽ ഒരു ഡിവിഷൻ വെയർ നിർമ്മിക്കുകയും 1968 പൂമല റിസർവോയർ കമ്മീഷൻ ചെയ്യുകയും ഉണ്ടായി. കേരള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഈ അണക്കെട്ട് മണ്ണും കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശർക്കരയും ചുണ്ണാമ്പും മണ്ണും മറ്റു ചില രഹസ്യക്കൂട്ടുകളും കൊണ്ട് തയ്യാറാക്കിയ മിശ്രിതവും കരിങ്കല്ലും ചേർത്ത് പണിത അണക്കെട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 94 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആദ്യകാലത്ത് നാട്ടുകാര് നെൽകൃഷി ചെയ്യാനാണ് ഈ സ്ഥലം ഉപയോഗിച്ചു വന്നത്. 1964 കർഷകർ വിട്ടുകൊടുത്ത സ്ഥലത്താണ് പിന്നീട് ഈ ഡാം നിർമ്മിച്ചത്. ഈ പഞ്ചായത്തിലെ കൃഷിക്കാവശ്യമായ സൗകര്യമൊരുക്കലായിരുന്നു ഡാമിന്റെ പ്രാഥമിക ലക്ഷ്യം. അതിനാൽ ഇന്നും ഈ അണക്കെട്ട് ജലസേചനത്തിനായാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 2010 സംസ്ഥാന സർക്കാർ ഈ സ്ഥലം വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും വിനോദസഞ്ചാരികൾക്ക് വിശ്രമമുറികൾ, കമ്മ്യൂണിറ്റി ഹാൾ, റിഫ്രഷ്മെന്റ് സ്റ്റാൾ എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പരിസ്ഥിതി സൗഹൃദപരമായ നടപടികളുള്ള ഈ പുതിയ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 600 മീറ്റർ നീളത്തിൽ കൈവരികളുള്ള ഒരു നടപ്പാതയും ഉൾപ്പെടുന്നു. പൂമല ഡാമിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അതിന്റെ ശാന്തമായ ജലസാന്നിധ്യമാണ്. ഇത് ബോട്ടിംഗിനായി തികഞ്ഞ ക്രമീകരണം നൽകുന്നു. അതിശയകരമായ പ്രകൃതി ചുറ്റുപാടുകൾ കണ്ടുകൊണ്ട് സഞ്ചാരികൾക്ക് സമാധാനപരമായ ബോട്ട് സവാരി ആസ്വദിക്കാം. സാഹസിക അന്വേഷകർക്കായി ഡാമിന് ചുറ്റുമുള്ള പ്രദേശം ഇടതൂർന്ന വനങ്ങളിലൂടെയും ഉരുളുന്ന കുന്നുകളിലൂടെയും നിരവധി ട്രെക്കിങ്ങിനും കാൽനടയാത്രയ്ക്കുമുള്ള അവസരം നൽകുന്നുണ്ട്. ഈ പാതകൾ ഡാമിന്റെ പനോരമിക് കാഴ്ചകൾ നൽകുന്നതിനോടൊപ്പം ഫോട്ടോഗ്രഫിക്കും പറ്റിയ മികച്ച സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഡാമിനടുത്തുള്ള ചെറിയ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനും കുടുംബങ്ങൾക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ അവസരം നൽകുന്നു. ഡാമിന് ചുറ്റുമുള്ള വ്യൂ പോയിന്റുകൾ ലാൻഡ്സ്കേപ്പിനെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്നതാണ്. ബോട്ടിംഗും മീൻപിടുത്തവും ഈ സ്ഥലത്ത് ശരിക്കും ആവേശകരമാണ്. പക്ഷേ ക്രൂയിസിനായി ബോട്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന വിൽപ്പനക്കാർ ഇല്ലാത്തതിനാൽ മുൻകൂട്ടി ക്രമീകരിക്കേണ്ടതുണ്ട്. ഡാമിന്റെ സമൃദ്ധമായ ജൈവവൈവിധ്യമാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇടതൂർന്ന സസ്യങ്ങൾ വിവിധ പക്ഷി ഇനങ്ങളെ ആകർഷിക്കുന്നു. ജലസംഭരണിക്കു ചുറ്റുമുള്ള വനങ്ങളിൽ ചെറിയ വന്യജീവികളെയും കാണാം. സമീപ വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക അധികാരികൾ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പൂമല ഡാം പ്രകൃതി സൗന്ദര്യം, വിനോദ പ്രവർത്തനങ്ങൾ, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയുടെ സവിശേഷമായ സംയോജനം ഉൾക്കൊള്ളുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് കേരളത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാക്കി മാറ്റുകയും പ്രകൃതിയുടെ മടിയിൽ അവിസ്മരണീയമായ അനുഭവവും നൽകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.